ഹായ്. അപ്പം നമ്മൾ മോർണിംഗ് ഡോറ് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പം കാണുന്ന ചില നല്ല കാഴ്ചകൾ കൂടി നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ പൂക്കളൊക്കെ ഏകദേശം ആ ഒരു ഫ്ലവറിങ് ടൈം കഴിഞ്ഞു. ഇനിയിപ്പോൾ പുതിയതായിട്ട് നമുക്ക് ബാസാക്കോട്ട അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു രീതിയിലുള്ള ഒരു ഫ്ലവറിങ് കിട്ടത്തുള്ളൂ. അപ്പോൾ ക്യാറ്റ്സ് ക്ലോയിലൊക്കെ നിറച്ച് ഇപ്പോഴും പൂക്കളുണ്ട്. അപ്പോൾ നമുക്ക് ക്യാറ്റ്സ് ക്ലോയുടെ ആ ഒരു വിഷ്വൽസ് അപ്പുറത്തെ സൈഡിലാണ് കവറായി കിടക്കുന്ന. ഈ ഒരു സൈഡിലേക്ക് കൂടി അത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിങ്ങിലാണ്. എന്തായാലും ഈ ഒരു മഴക്കാലം കഴിയുമ്പോഴത്തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗം കവറാകും എന്ന വിശ്വാസത്തിലാണ്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് മോർണിംഗ് ഇറങ്ങുമ്പം കാണുന്നൊരു മനോഹരങ്ങളായിട്ടുള്ള ദൃശ്യങ്ങൾ. അപ്പം നമുക്ക് ബൊഗെയിൻ വിലാസൊക്കെ നെക്സ്റ്റ് ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസർ കൊടുക്കാറായിട്ടുണ്ട്. ബാസാക്കോട്ടയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട് നമ്മുടെ ഫ്ലവറിങ്ങിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന വളം ബാസാക്കോട്ടയാണ്. അപ്പം നമുക്ക് പുതിയ സ്റ്റോക്ക് ബാസാക്കോട്ട എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യും. താങ്ക്